ഇത്രയും മോശമായ രീതിയിൽ ഒരു സർവീസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കസിൻ്റെ വീട്ടിൽ എയർടെൽ എയർ ഫൈബർ ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. ആരെങ്കിലും ചെയ്യുമോ? വെറുതെ മോഡം കൊണ്ടുവന്ന് നമ്മുടെ ടെറസിൻ്റെ ഒരു സൈഡിൽ അവിടെ വെറുതെ കൊണ്ടുവന്ന് തലകുത്തിനായി ഇട്ട് വെച്ച് അവർ കണക്ഷനും കൊടുത്ത് അവർ തടി തപ്പി അവരുടെ വീട്ടിൽ പോയി. പക്ഷെ അതിലൊരു ഉപകാരമുണ്ട് കേട്ടോ, ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 2 ഫിഷർ അടിച്ച് 2 ഡ്രൈവാൾ കൊടുക്കേണ്ട ഒരു ചെറിയൊരു കാര്യത്തിനാണ് അവർ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചിട്ട് പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് കിട്ടുക? ഇതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ കാണിച്ചു വെച്ചിട്ട് പോയത് ആദ്യമായിട്ടാണ്. എന്ത് ഉദ്ദേശത്തിലാണ് അവർ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഇതിൻ്റെ ആരാന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നില്ല. എന്താണെങ്കിലും ഇത് വീഡിയോ കണ്ടിട്ട് ഈ ആൾക്ക് ഇത് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ വന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നിരിക്കുന്ന പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഇൻഫോം ചെയ്തു, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വളരെ മോശമാണ്, അത് വന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്നും കൂടി പറഞ്ഞതാണ്. എന്നിട്ട് പോലും അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടുണ്ടായില്ല. എന്താണെങ്കിലും വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എയർടെലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് എത്രമാത്രം മോശമായ രീതിയിലാണ് ഇവർ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് കാണുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ദയവ് ചെയ്ത് ഒരു സ്ഥലത്തും പോയി ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.